കാഴ്ചയിൽ വളരെ നിരുപദ്രവമായിട്ടുള്ള ഒരു യൂട്യൂബ് പ്രാങ്ക്. പക്ഷേ ആ പ്രാങ്ക് ജീവനെടുത്തത് ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉന്നിൻ്റെ അർദ്ധ സഹോദരൻ്റെ ജീവനാണ്. അതിനു പിന്നിൽ പ്രവർത്തിച്ചവരാകട്ടെ വളരെ സാധാരണക്കാരാണെന്ന് തോന്നിക്കുന്ന രണ്ട് പാവപ്പെട്ട വനിതകൾ. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ലോകത്തെ ഞെട്ടിച്ച ഒരു വലിയ ചതി അവിടെ അരങ്ങേറുകയായിരുന്നു. എന്താണ് ആ ലോകത്തെ ഞെട്ടിച്ച പ്രാങ്ക്? ഐ ആം ലെഫിൻ കെയാർ. വെൽക്കം ടു ദി ലെഫിൻ ഷോ. സ്ഥലം കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, രാജ്യം മലേഷ്യ. ഒരു 45 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊറിയൻ മധ്യവയസ്കൻ ആ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കടന്നു വരികയാണ്. അയാൾ അങ്ങനെ കടന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ജനസഞ്ചയത്തിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അയാൾ അടുക്കിലേക്ക് വ്യത്യസ്ത ദിശകളിൽ നിന്ന് രണ്ട് വനിതകൾ അയാളെ അപ്രോച്ച് ചെയ്യുന്നു. ഒരു വനിതയുടെ പേര് സിതി, മറ്റേയാൾ ഡുവാൻ. സിതി ആ മനുഷ്യൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒരു പ്രത്യേകതരം ദ്രാവകം സ്പ്രേ ചെയ്യുന്നു. അതേസമയം തന്നെ ഡുവാൻ പുറകിൽ കൂടി ബാക്ക് സൈഡിൽ കൂടെ വന്നിട്ട് വീണ്ടും ഒരു ദ്രാവകം അയാളുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യുന്നു. പെട്ടെന്ന് അസ്വസ്ഥനാകുന്ന ആ വ്യക്തി അവിടെ കിടന്ന് നിലവിളിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് വളരെയധികം അസ്വസ്ഥതയുണ്ടാകുന്നു. പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ, അല്ലെങ്കിൽ വളരെ ചെറുതെന്ന് തോന്നിക്കുന്ന ഈ പ്രാങ്കിൽ, അത് കണ്ടു നിന്നവർക്ക് മനസ്സിലായത് വെറുമൊരു പ്രാങ്ക് അല്ല, അയാളുടെ മുഖത്ത് അവർ തളിച്ചതെന്തോ മാരകമായിട്ടുള്ള എന്തോ ആണ്. കാരണം അയാൾ അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് വന്ന ശാരീരികമായ അസ്വസ്ഥത അയാൾ പ്രകടിപ്പിച്ചു. അടുത്ത് നിന്ന പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് അയാൾ കരഞ്ഞുകൊണ്ട് സഹായത്തിനായിട്ട് ഓടിപ്പോവുകയാണ്. ഉടനെ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പരിശോധിക്കുന്നു. അവർക്കെന്തോ മനസ്സിലായി ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഉടനെ ആ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ സഹായത്തിന് വേണ്ടിയിട്ട് ആംബുലൻസിനെ വിളിക്കുകയാണ്, മെഡിക്കൽ സംഘത്തെ വിളിക്കുകയാണ്. ഉടനെ തന്നെ മെഡിക്കൽ സംഘങ്ങളെല്ലാം ഓടി ഇയാളുടെ അടുത്തേക്ക് എത്തുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് സ്പ്രേ അടിച്ച യുവതികൾ ആ വിമാനത്താവളത്തിൽ നിന്ന് അപ്രത്യക്ഷരാകുകയാണ്. അവരെ പിന്നെ ആർക്കും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ആദ്യമേ ചുറ്റും കൂടി നിന്നവരെല്ലാം വിചാരിച്ചത് സ്വതവേ അവർ TV ഷോകളിൽ കാണുന്ന ഒരു യൂട്യൂബ് പ്രാങ്ക് മാത്രമായിരിക്കും അതെന്നാണ്. എന്നാൽ അദ്ദേഹം നിലവിളിക്കുന്നതും അതുപോലെ തന്നെ വളരെ ശാരീരികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതും കണ്ടിട്ട് ആളുകൾക്ക് ഇത് മറ്റെന്തോ ആണെന്നുള്ളത് മനസ്സിലാകുവാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും ആ യുവതികൾ ആ എയർപോർട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ഉടനെ തന്നെ പോലീസും എയർപോർട്ടിലെ ജീവനക്കാരും എല്ലാം ചേർന്നിട്ട് അദ്ദേഹത്തെ ഒരു സ്ട്രെച്ചറിൽ കടത്തി ഹോസ്പിറ്റലിലേക്ക് പായുകയാണ്. ആരാണ് എന്താണെന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും അയാൾക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, ഉടനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ള ഒരു നിഗമനത്തിൽ എല്ലാവരും അയാളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുകയാണ്. പക്ഷേ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർമാരും നഴ്സുമാരെല്ലാം അയാളെ പരിശോധിച്ച് അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല നിമിഷങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അയാൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നു, അയാൾ മരണപ്പെടുന്നു. പിന്നീട് അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, അയാളുടെ പാസ്പോർട്ടെല്ലാം പരിശോധിച്ചപ്പോൾ അവിടെ കൂടി നിന്ന പോലീസുകാരും ഡോക്ടർമാരും മറ്റുള്ള അധികൃതരെല്ലാം ഞെട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ മരിച്ചു കിടക്കുന്നത് ഉത്തര കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉന്നിൻ്റെ അർദ്ധ സഹോദരനായ കിം ജോങ് നാമാണ്. വളരെ നിരുപദ്രവമെന്ന് തോന്നുന്ന ഒരു ചെറിയ യൂട്യൂബ് പ്രാങ്ക്. ജീവനെടുത്തതാകട്ടെ ഉത്തര കൊറിയൻ ഏകാധിപതിയായിരുന്ന കിം ജോങ് ഉന്നിൻ്റെ അർദ്ധ സഹോദരൻ. അദ്ദേഹം കേവലം ഒരു അർദ്ധ സഹോദരൻ മാത്രമല്ല, ഉത്തര കൊറിയയുടെ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കാവുന്ന, ഉത്തര കൊറിയയും മലേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ തന്നെ തകർത്ത് കളയുവാൻ സാധിക്കുന്ന വലിയൊരു വ്യക്തി പ്രഭാവവും. എന്താണ് യഥാർത്ഥത്തിൽ ആ എയർപോർട്ടിൽ സംഭവിച്ചത്? ആരായിരുന്നു ആ രണ്ട് യുവതികൾ? പിന്നീട് അങ്ങോട്ട് ഉത്തര കൊറിയൻ പോലീസും മലേഷ്യൻ പോലീസും എല്ലാവരും ഈ യുവതികൾ ആരാണെന്ന് കണ്ടെത്തുവാനുള്ള അന്വേഷണത്തിലാണ്. യഥാർത്ഥത്തിൽ ഉത്തര കൊറിയ അതിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് അവർ ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല. അതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ മനസ്സിലാകും. എന്നാൽ മലേഷ്യൻ പോലീസാകട്ടെ വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ്. വ്യത്യസ്തമായ CCTV ഫുട്ടേജുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് ആ എയർപോർട്ടിൽ വന്നുപോയ, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ദ്രാവകം തളിച്ച ആ യുവതികൾ ആരാണെന്നുള്ളത് അവർ പരിശോധനയിലൂടെ കണ്ടെത്തുന്നു. ഒന്നാമത്തെ യുവതി സിതി, ഒരു ഇന്തോനേഷ്യക്കാരിയായിട്ടുള്ള വനിത. ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചാണ് സിതി വളർന്നത്. ധാരാളം ജോലികൾ സ്വന്തം നാട്ടിൽ നോക്കിയിട്ടും ജീവിക്കുവാൻ പറ്റാതെ വന്നപ്പോൾ പട്ടിണി മൂലം മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് അവൾ വന്നിറങ്ങിയതാണ്. അവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് ജോലികളെല്ലാം നോക്കി അവൾ ജീവിച്ചു വരുന്നു. രണ്ടാമത്തെ വനിത ഡുവാൻ, ഒരു വിയറ്റ്നാമീസ് സിറ്റിസൺ, ഒരു വിയറ്റ്നാമീസ് വനിത. കോലാലംപൂരിൽ ചെറിയ ചെറിയ പ്രാങ്ക് ഷോകളെല്ലാം നടത്തി ജീവിക്കുന്ന, ചെറിയ രീതിയിൽ മോഡലിംഗുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട വനിത. അങ്ങനെ പോലീസിന്റെ പിടിയിലായിട്ടുള്ള ഇവരെ
മലേഷ്യൻ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴാണ് ലോകത്തെ മുഴുവൻ നടുക്കിയ ഒരു വലിയ ചതിയുടെ ചുരുൾ അഴിയപ്പെടുന്നത്. സിദിയും ഡുവാനും തങ്ങളുടെ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചത് തങ്ങൾ പ്രാങ്ക് ചെയ്തു എന്നുള്ളത് സത്യമാണെങ്കിലും അദ്ദേഹത്തെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് യാതൊരു പങ്കുമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ജാപ്പനീസ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഞങ്ങളെ സമീപിച്ചിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പ്രാങ്ക് വീഡിയോസുകൾ ഓരോരോ പ്രാങ്ക് വീഡിയോസുകൾ ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രാങ്കിലും $100 വെച്ച് ഞാൻ നിങ്ങൾക്ക് തന്നുകൊള്ളാം. വളരെ ഞങ്ങളായതുകൊണ്ട് ജീവിതത്തിന് വകയില്ലാത്തവരായതുകൊണ്ട് ഞങ്ങളത് സമ്മതിച്ചു. മാത്രമല്ല ഡുവാനാകട്ടെ ചെറിയ പ്രാങ്ക് ഷോകളിലെല്ലാം പങ്കെടുത്ത് പരിചയവുമുണ്ട്. അങ്ങനെ ഇരുവരും ആ പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ട്, ആ ജാപ്പാനീസ് പ്രൊഡ്യൂസർ എന്ന് സ്വയം അവകാശപ്പെട്ടു വന്ന അജ്ഞാതനായ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെറിയ പ്രാങ്ക് ഷോകൾ ചെയ്യുകയാണ്. പബ്ലിക്കിലായിട്ട് ആളുകളുടെ കൂടെ നടന്ന് അവരറിയാതെ അവരെ കൈ പിടിച്ച് നടക്കുന്ന പ്രാങ്ക് ഷോകൾ, അല്ലെങ്കിൽ ആളുകളുടെ പുറകിൽ കൂടി വന്ന് അവരുടെ മുഖത്ത് വാട്ടർ ബലൂൺ എറിയുന്ന പ്രാങ്ക്, അങ്ങനെ പലതരത്തിലുള്ള കൊച്ചു പ്രാങ്കുകളായിട്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കൊണ്ട് അവർ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഒരു വലിയ പ്ലോട്ട് നടക്കുന്നുണ്ട്, ഒരു വലിയ ചതി നടക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ 2017 ഫെബ്രുവരി മാസം വന്നെത്തി. ആ പ്രൊഡ്യൂസർ അവരോട് പറയുകയാണ്, ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ്, പ്രാങ്ക് ചെയ്യുവാനുള്ള നിങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ന വ്യക്തിയാണ്, അദ്ദേഹം എയർപോർട്ടിൽ വരും. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഒരു ദ്രാവകം, ഞാൻ നിങ്ങൾക്കൊരു ദ്രാവകം തരും. അത് ദ്രാവകം എന്ന് പറഞ്ഞ രീതിയിൽ അവർക്ക് കൊടുത്തത് ഒരു ബേബി ഓയിലാണ്. പക്ഷേ ആ ബേബി ഓയിലിൽ ഒരു കെമിക്കൽ അടങ്ങിയിരുന്നു. ആ ദ്രാവകം ഓരോരുത്തർക്കുമായിട്ട് 2 വ്യത്യസ്ത ദ്രാവകങ്ങൾ അദ്ദേഹം അവരുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ബേബി ഓയിലാണ്, നിങ്ങൾ ആ വരുന്ന ആളുടെ മുഖത്ത് ഇത് സ്പ്രേ ചെയ്യുക. വളരെ നിരുപദ്രവമെന്ന് തോന്നുന്ന ഒരു ബേബി ഓയിൽ ഒരു മനുഷ്യൻ്റെ മുഖത്ത് തളിച്ചാൽ എന്താണ് പ്രശ്നം? ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഒരു നിരുപദ്രവമായിട്ടുള്ള ഒരു പ്രാങ്ക് ഷോ മാത്രമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ ആ ഉദ്യമം ഏറ്റെടുക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ആ ഉദ്യമം അവർ നടത്തുകയാണ്. എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരാൾ ബേബി ഓയിൽ ഒഴിക്കുന്നു, മറ്റൊരാൾ ബാക്കിയിൽ കൂടി വന്നിട്ട് ബേബി ഓയിൽ ഒഴിക്കുന്നു. അവരെ സംബന്ധിച്ച് അത് വെറും ഒരു പ്രാങ്ക് മാത്രമായിരുന്നു ആ വനിതകൾക്ക്. പക്ഷേ അതിൽ മറിഞ്ഞു കിടന്നൊരു വലിയ സത്യം എന്നുള്ളത് പിന്നീട് പോലീസും ഗവേഷകരും സയൻറ്റിസ്റ്റുകളെല്ലാം കണ്ടെത്തിയതെന്ന് പറയുന്നത്, ഓരോ ബേബി ഓയിലിലും ഓരോ കെമിക്കലുണ്ട്. ആദ്യത്തെ ബേബി ഓയിലെ കെമിക്കൽ അയാളുടെ മുഖത്തടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കെമിക്കലും അടിക്കുമ്പോൾ അത് VX എന്ന് പറഞ്ഞുള്ള ഒരു നെർവ് ഗ്യാസ് ഏജന്റായിട്ട് രൂപാന്തരപ്പെടുന്നു കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട്. അങ്ങനെ അതൊരു ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടായി നൊടിയിടയിൽ തന്നെ ആ മനുഷ്യൻ മരണപ്പെടുന്നതിന് കാരണമായി തീരുന്നു. വളരെ നിരുപദ്രവമായിട്ട് ഈ പാവപ്പെട്ട വനിതകളെ പറ്റിച്ചുകൊണ്ട് ആ അജ്ഞാതനായ വ്യക്തി അവരുടെ കയ്യിലേക്ക് കൊടുത്തിരുന്ന ആ ബേബി ഓയിൽ ശരിക്കും രണ്ടും കൂടി ചേരുമ്പോൾ ഒരു വലിയ വിഷമായിട്ട് മാറുകയായിരുന്നു. അതുപോലെ തന്നെ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള 4 മലേഷ്യൻ പൗരന്മാർ അന്ന് ആ എയർപോർട്ടിലുണ്ടായിരുന്നു. അവരെ വിട്ടുതരണമെന്നുള്ളത് കൊറിയ മലേഷ്യൻ്റെ അടുത്ത് വാദിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ മലേഷ്യ അതിന് സമ്മതിച്ചില്ല. മാത്രമല്ല മലേഷ്യൻ പോലീസ് വളരെ വിദഗ്ധമായ രീതിയിൽ, വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അന്വേഷണങ്ങൾ പിന്നെ നടത്തുകയാണ്. ഈ 2 യുവതികളും അങ്ങനെ അറസ്റ്റിലാകുന്നു. ധാരാളം ട്രയൽസിന് അവർ വിധേയരാകുന്നു. പല കോർട്ട് റൂമുകളിലും അവർ മാറി വിസ്തരിക്കപ്പെടുകയാണ്. അവിടെയെല്ലാം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കിതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, ഞങ്ങൾ ആകെ ഒരു യൂട്യൂബ് പ്രാങ്ക് ആണെന്നുള്ള രീതിയിൽ മാത്രമാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ ധാരാളം വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇവരുടെ പങ്ക് ചെറുതാണ്, അല്ലെങ്കിൽ ഇവർ യൂട്യൂബ് ഷോ എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് അതിൽ പങ്കെടുത്തത്. മാത്രമല്ല അദ്ദേഹത്തെ അവർ സ്പ്രേ ചെയ്യുവാനായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആ വിധം CCTV ഫുട്ടേജിൽ നിന്നെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല്ലണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല അവർ നടന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കുന്നതെന്നെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം ഇവർ നിരപരാധികളാണ്, വധവുമായിട്ട് അവർക്ക് ബന്ധമില്ല. പക്ഷേ അതിനു മുമ്പിൽ മറ്റൊരു ചതിയാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത് മലേഷ്യൻ പോലീസിനും കോടതിക്കും മനസ്സിലാകുന്നതാണ് അടുത്ത കാഴ്ച. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിന് പിന്നിലുള്ള ചതി എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ആരായിരുന്നു കിങ് ജോംസ് ഉന്നിൻ്റെ അർദ്ധസഹോദരനായി കൊല്ലപ്പെട്ട കിങ് ജോം നാം എന്ന് മനസ്സിലാക്കണം. 1971 ഉത്തര കൊറിയയിൽ കിങ് ജോംസ് ഉന്നിൻ്റെ ഫാദറിൻ്റെ സഹോദര പുത്രനായിട്ടാണ് ഈ മനുഷ്യൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കിങ് ജോം ജിൽ. ഈ കിങ് ജോം ഇല്ലിൻ്റെ മൂത്ത പുത്രനായിട്ടാണ് കിങ് ജോം നാം 1971 ജനിക്കുന്നത്. പക്ഷേ 2001 ആകുമ്പോഴത്തേക്കും അയാളെ തൻ്റെ അച്ഛൻ അവിടെ നിന്ന് നാട് കടത്തുന്നതായിട്ട്, ഉത്തര കൊറിയയിൽ നിന്ന് നാട് കടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് കിങ് ജോം നാം ജീവിക്കുന്നത് ചൈനീസ് പ്രവിശ്യയിലുള്ള മക്കാവു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ മക്കാവിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് കോലലംപൂർ എയർപോർട്ടിൽ വെച്ച് കിങ് ജോം നാം കൊല്ലപ്പെടുന്നതും. എന്തുകൊണ്ടായിരിക്കും ഈ കിങ് ജോമിൽ സ്വന്തം പുത്രനായ കിങ് ജോം നാമിനെ ഉത്തര കൊറിയയിൽ നിന്ന് ചൈനയുടെ പ്രവിശ്യയായ മക്കാവുവിലേക്ക് നാട് കടത്തിയത്? അതിന് പിന്നിലൊരു കാരണമുണ്ട്. 2001 ഈ കിങ് ജോം നാം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ഒരു പാസ്പോർട്ട് വ്യാജമായിട്ട് നിർമ്മിച്ചുകൊണ്ട് ജപ്പാനിലെ ഡിസ്നി ലാൻഡ് കാണുവാനായിട്ട് തൻ്റെ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് പുറപ്പെടുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിരുന്ന കിങ് ജോം നാമിന്
കുറച്ചും കൂടെ ഉത്തര കൊറിയയുടെ ഏകാധിപത്യമായ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം കുറച്ചും കൂടെ ലിബറൽ ആയിരുന്നു. മാത്രമല്ല സുതാര്യമായ ഒരു ഭരണം വേണമെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു. പക്ഷേ ഉത്തര കൊറിയയുടെ നിഗൂഢതകളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ വിനോദ സഞ്ചാര മേഖലയിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ഉത്തര കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉൻ അവിടുത്തെ പൗരന്മാരെ സമ്മതിക്കാറില്ല. എന്നാൽ തൻ്റെ അർദ്ധ സഹോദരനായിട്ടുള്ള കിം ജോങ് നാം വ്യാജമായ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചൈനീസ് നാഷണൽ എന്ന രീതിയിൽ ഡിസ്നി ലാൻഡിലേക്ക് കടന്നു കയറുവാൻ അല്ലെങ്കിൽ അത് കാണുവാനായിട്ട് അദ്ദേഹം പുറപ്പെട്ടുവെങ്കിലും അദ്ദേഹം പിടിക്കപ്പെടുകയാണ്. അദ്ദേഹത്തെ പിടികൂടിയിട്ട് അധികൃതർ അദ്ദേഹത്തെ ബെയ്ജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ ബെയ്ജിങ്ങിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം കിം ജോങ് ഇല്ലിനും, അതായത് ഈ കൊല്ലപ്പെട്ട കിം ജോങ് നാമിൻ്റെ പിതാവിനും ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉന്നിനൊക്കെ വളരെയധികം നാണക്കേടാണ് ഉണ്ടാക്കിയത്. തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ പുറത്തേക്ക് വിടാതെ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ അടച്ചുപൂട്ടിയിരിക്കുന്ന ഇവർക്ക് തങ്ങളുടെ അർദ്ധസഹോദരനായിട്ടുള്ള ഈ വ്യക്തി ജപ്പാന്റെ ഡിസ്നി ലാൻഡ് കാണുവാനായിട്ട് പോയി പിടിക്കപ്പെട്ടു, അതും വ്യാജമായ പാസ്പോർട്ടോടുകൂടി പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ച് താങ്ങുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. അത് ഈ അച്ഛൻ മകനെ മറ്റുള്ള സ്ഥലത്തേക്ക്, അതായത് ചൈനയിലെ മക്കാവു എന്ന സ്ഥലത്തേക്ക് നാട് കടത്തുന്നതിന് കാരണമായിട്ട് പറയപ്പെടുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ സ്വിറ്റ്സർലൻഡിലാണ് കിം ജോങ് നാം വിദ്യാഭ്യാസം ചെയ്തത്. അവിടുത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായിരുന്നു. ഉത്തര കൊറിയയിൽ കണ്ടുവരുന്ന ഏകാധിപത്യപരമായിട്ടുള്ള വികസനത്തെ എതിർക്കുന്ന, വിനോദത്തെ എതിർക്കുന്ന ഒരു ഭരണമല്ല വേണ്ടത്, കുറച്ചും കൂടി സുതാര്യമായിട്ടുള്ള ഒരു നല്ല ഭരണം വേണമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കൾച്ചർ അദ്ദേഹത്തിന് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് രൂപപ്പെട്ടിരുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനായിട്ടുള്ള കിം ജോങ് ഇല്ലുമായിട്ടും ഉത്തര കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉന്നുമായിട്ടും അദ്ദേഹം തർക്കിക്കുമായിരുന്നു. അതായത് ഒരു വ്യത്യസ്തമായ പാശ്ചാത്യ കൾച്ചർ, കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളൊരു കൾച്ചർ ഇവൻ ഞങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു ഭയവും ഇവരുടെ ഉള്ളിൽ ഭരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തപരമായ കാരണങ്ങൾ ഇവർക്ക് അദ്ദേഹത്തെ നാട് കടത്തുവാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ട് മാത്രം അയാളെ ചതിച്ച് കൊല്ലുവാനായിട്ട് മതിയാകുമോ? അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. അതെന്ന് പറയുന്നത്, ഈ കിം ജോങ് നാം പഠിച്ചതും അദ്ദേഹം ബന്ധം പുലർത്തുന്നതുമെല്ലാം പാശ്ചാത്യ ആളുകളുമായിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള CIA അതുപോലെ തന്നെ ചൈനീസ് ഗവൺമെൻറ്റുമായിട്ടുമുള്ള ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ CIA ഈ രഹസ്യ ബാന്ധവത്തെ ഈ കിം ജോങ് ഉന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറായ കിം ജോങ് ഇല്ലുമെല്ലാം എതിർത്തിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല തങ്ങളുടെ രഹസ്യങ്ങൾ, ഉത്തര കൊറിയയിലെ രഹസ്യങ്ങളെല്ലാം ഇദ്ദേഹം ചൈനീസ് ഗവൺമെൻറ്റിനും CIA ചോർത്തി കൊടുക്കുമോ എന്നുള്ള ഒരു പേടിയും ഇവരെ ഭരിച്ചിരുന്നു. ഇതൊക്കെയാകാം അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് ഉത്തര കൊറിയ പ്ലോട്ടുകൾ മെനയാനുള്ള കാരണം എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. പലരും വിശ്വസിക്കുന്നതും മലേഷ്യൻ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തുവാനായ സാധ്യത എന്ന് പറയുന്നത്, ഉത്തര കൊറിയ തന്നെ അല്ലെങ്കിൽ ഉത്തര കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉന്നിന് ഇദ്ദേഹത്തെ നശിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് അദ്ദേഹം മെനഞ്ഞ ഒരു പ്ലോട്ടായിരുന്നു ഈ യൂട്യൂബ് പ്രാങ്ക് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഉത്തര കൊറിയൻ വാടക കൊലയാളിയായ ഒരാളെ ജപ്പാനീസ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഈ യുവതികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് മലേഷ്യയിലെ കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുന്നതായിരുന്നു ഈ പദ്ധതി. അത് അവർ വിജയകരമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനുശേഷം മലേഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള നയതന്ത്ര തലത്തിലുള്ള വലിയ ഇടിച്ചിലാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മലേഷ്യൻ പോലീസ് വളരെ സുതാര്യമായിട്ട് ഈ അന്വേഷണത്തെ നേരിടുകയും ഉത്തര കൊറിയയുടെ പങ്ക് വ്യക്തമാക്കുന്ന പല കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തത് മൂലം ഇവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ കിം ജോങ് നാമിൻ്റെ മൃതശരീരം സൂക്ഷിച്ച മോർച്ചറി ഒരു ദിവസം ഉത്തര കൊറിയൻ ഏജൻസികൾ രഹസ്യമായിട്ട് വന്നവിടെ ആ ബോഡി മോഷ്ടിക്കുവാനുള്ള ശ്രമവും ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ സൗഹൃദത്തിലായിരുന്ന മലേഷ്യയും ഉത്തര കൊറിയയും നയതന്ത്ര തലത്തിൽ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെപ്പോലെ ബിഹേവ് ചെയ്യുന്നതിന്, മലേഷ്യൻ പൗരന്മാരെ ഉത്തര കൊറിയയിൽ തടവിലാക്കുന്നതിനൊക്കെ ഈ ഒരു സംഭവം കാരണമായിട്ട് തീർന്നുണ്ട്. എന്നാൽ ഈ യുവതികൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? അവരുടെ കാര്യം നോക്കുമ്പോൾ സിദിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സിദി ഒരു ഇന്തോനേഷ്യൻ വനിതയാണ്. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യ വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും മലേഷ്യൻ ഗവൺമെൻറ് മുമ്പിൽ വളരെ പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സുകൾ വെച്ചിട്ട് അവൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സിദി ഇതിനകത്ത് നിരപരാധിയാണെന്ന് കോടതി വിധിക്കുകയും അവൾ ജയിൽ മോചിതയായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുകയാണ്. പക്ഷേ ഡുവാൻ്റെ കാര്യം നോക്കുമ്പോൾ ഡുവാൻ്റെ മേൽ ചുമത്തിയ ചാർജ് എന്ന് പറയുന്നത് കൊലക്കുറ്റമല്ലെങ്കിലും കൊലയ്ക്ക് കാരണമാകാവുന്ന മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ മുറിവേൽപ്പിക്കുക, അതിനുവേണ്ടി പ്രാങ്ക് ചെയ്യുക എന്നുള്ളൊരു കുറ്റമാണ്. അതിന് പരമാവധി 10 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് പോലും അവൾക്ക് 3 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷയാണ് കോടതി വിധിക്കുന്നത്. തൻ്റെ തലയ്ക്ക് മീതെ ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ വധശിക്ഷയ്ക്കുള്ള ആ അമ്പുകൾ അല്ലെങ്കിൽ വാൾ ഓങ്ങുന്നുണ്ടെന്നുള്ളത് ഇരു കൂട്ടർക്കും അറിയാം. കാരണം നോർത്ത് കൊറിയയുടെ ഏജൻസിൻ്റെ കയ്യിൽ കിട്ടിയാൽ
അല്ലെങ്കിൽ ഈവൻ മലേഷ്യൻ കോടതി പോലും ഇത്രമേൽ തന്ത്രപ്രധാനമായ ഒരു വ്യക്തിയെ വധിച്ചതിൻ്റെ പേരിൽ അവർക്ക് വധശിക്ഷയ്ക്ക് അവരെ വിധിക്കപ്പെടാം. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഡുവാൻ ഈ 3 വർഷത്തെ ജയിൽവാസം എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ 3 വർഷത്തെ ജയിൽവാസത്തിന് വേണ്ടിയിട്ട് അവളെ വിധിക്കപ്പെടുന്നു. പക്ഷേ അവിടുത്തെ ജയിലിൽ അവളുടെ നല്ല നടപ്പും നല്ല സ്വഭാവവും എല്ലാം കണ്ടിട്ട്, മാത്രമല്ല എല്ലാ ചാർജുകളും അവളുടെ മേൽ പ്രൂവ് ചെയ്യുവാനായിട്ട് കോടതിക്ക് കോടതിയിൽ സാധിക്കാൻ കഴിയാത്തതുകൊണ്ട് അവളെ 1 മാസത്തിന് ശേഷം പുറത്തേക്ക് വിടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് ഈ 2 വനിതകളും എവിടെ പോയി, അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇതുവരെയും അജ്ഞാതമാണ്. അവർ എവിടെയോ സംരക്ഷിക്കപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നോർത്ത് കൊറിയൻ ഏജൻസിനാൽ കൊല്ലപ്പെട്ടിരിക്കാം. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ലോകത്തിന് അറിയുകയില്ല. എന്തായാലും വളരെ നിരുപദ്രവമെന്ന് തോന്നുന്ന ഒരു യൂട്യൂബ് പ്രാങ്ക്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ജസ്റ്റ് ഒരു പ്രാങ്ക് മാത്രം. എന്നാൽ അത് ജീവനെടുത്തതാകട്ടെ ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് സുന്നിൻ്റെ അർദ്ധ സഹോദരൻ്റെ ജീവനാണ്. തങ്ങളുടെ ശത്രുക്കളെ തങ്ങളുടെ രാജ്യത്തിൻ്റെ ആ ഏകാധിപത്യ പ്രവണതയ്ക്ക് മുറിവേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവിടെ കൂടുതലായിട്ട് ലിബറലൈസേഷൻ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളെ നിരന്തരമായിട്ട് വ്യത്യസ്ത മേഖലകളിലൂടെ വധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഉത്തര കൊറിയയുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീണ ഒരു സംഭവം കൂടിയായിരുന്നു ഇതെന്ന് വേണം പറയാൻ. ഇത്തരത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള വളരെ ആശ്ചര്യകരമായിട്ടുള്ള അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും നമസ്കാരം.